ഹായ് കുട്ടീസ്, ഇന്നൊരു ലോങ് വീഡിയോ കേട്ടോ. ആരോമൽ ഇത് എവിടോട്ടാണ് ഓടുന്നതെന്ന് അറിയാമല്ലോ. സ്കൂൾ ബസ് രാവിലെ വരാൻ സമയമായി. കുറച്ച് നേരം അവിടെ കളിച്ച് വായി നോക്കി നിന്നിട്ട് ഇതാണ്ടിപ്പം സ്കൂൾ ബസ് പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. മഴക്കോള് കണ്ടുകൊണ്ട് ഞാൻ കുട എടുത്തതാണ് ഗൈസ്, പറയണ്ടല്ലോ. ആ കുട ഇന്നിവനെ പ്രാഗി കൊന്നു കാണും, അതുപോലെ ആ കുടയിട്ട് ഉപദ്രവിച്ച് കാണും. പിന്നെ നമ്മുടെ ബസ് ഇതോ ഇങ്ങനെ വരുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്കൊരു ടെൻഷനാണ് കേട്ടോ. ഈ മഴയൊക്കെ പിടിച്ച് പിള്ളേരെ സ്കൂളിൽ വരുന്ന അത്ര സേഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബസ് വന്നു, പിന്നെ ആരോമലും ജിത്തും ബസ്സിൽ കയറി. ചെറിയൊരു കിച്ച് പിടിച്ച കേട്ടോ. പിന്നെ ടാറ്റയൊക്കെ തന്നവന്മാർ പോയി കേട്ടോ. അപ്പം ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് നടത്താൻ ഇച്ചിരി തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ വെറുതെ കുത്തിയിരിപ്പില്ലേ. അപ്പം ഞാൻ നടക്കാൻ പോകുമ്പോണ്ടാണ് അതാണ്ട് വണ്ടി തിരിച്ചു വരുന്നത്. സ്കൂളില്ലേ, പിന്നെയാണ് ഓർത്തത് അവിടെ റോഡ് പണി കേട്ടോ. ആശാനറിയാൻ ഞാൻ ഈ വഴിയാണ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് കൈ പൊക്കി പുറകെ ഇരുന്ന് ടാറ്റ തന്നതാണ് വരുന്നത്. അവിടെ വണ്ടി ഇച്ചിരി തിരിയാൻ ഇച്ചിരി പാടാണ്. വണ്ടിയൊക്കെ ഡ്രൈവർ വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ തിരിച്ചെടുത്തുകൊണ്ട് വരുന്നത്. ഞാനപ്പോൾ ഇച്ചിരി സൈഡ് മാറി നിന്നു, കാരണം അവനെ നന്നായിട്ട് കാണണമെങ്കിൽ ഇച്ചിരി സൈഡ് മാറി നിന്നാലേ പറ്റുള്ളൂ. അവൻ അവിടെ നിന്ന് ടാറ്റ കാണിച്ച് വരുവാണ് കേട്ടോ. ഏറ്റവും ബാഗ് പോയി അവിടെ നിന്നൊരു കൊച്ചു കൈ കാണുന്നുണ്ടെങ്കിൽ അത് ആരോമലിൻ്റെ കൈയാണ് കേട്ടോ. എൻ്റെ ടാറ്റയൊക്കെ കാണിച്ച് ആരോമൽ അങ്ങനെ സ്കൂളിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ റോഡ് നടന്ന് ഒരു റൗണ്ട് അടിക്കും, അല്ലാതെ വലിയ നടത്തമൊന്നുമില്ല. നടക്കുന്നത് വലിയ പാടുപെട്ടാണ്, പിന്നെ നടക്കണമല്ലോ എന്ന് കണ്ടങ്ങ് നടക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഒരു ഇരുട്ടൊക്കെ മൂടിയിട്ടുണ്ട്. രാവിലെ നല്ല മഴക്കോളായിരുന്നു കേട്ടോ. നല്ലൊരു മഴയുടെ ഞാൻ നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ റോഡൊക്കെ ടാർ ചെയ്ത് കിട്ടി. ഒന്നും പറയണ്ട. പിന്നെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് ഇവിടുത്തെ കുറേ പട്ടിക്കുട്ടികൾ. എൻ്റെ പൊന്നെ ഇഷ്ടം പോലെ പട്ടിയുണ്ട്. പിന്നെ ഈ വീടൊരു സ്പെഷ്യൽ വീടാണ് കേട്ടോ. ഭയങ്കര പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഡാർക്ക് വീണതൊന്നുമല്ല, എൻ്റെ ക്യാമറ അങ്ങനെ ആയിപ്പോയതാണ്. പിന്നെ ഞാൻ ക്യാമറ ലൈറ്റൊക്കെ ഓണാക്കി പിന്നെയും നടന്നു. ഒരു റൗണ്ട് കഴിയാറായി കേട്ടോ. പിന്നെ നേരെ വീട്ടിലോട്ടാണ് നടന്നത്. ഇവിടെ ചെന്നപ്പോൾ താണ്ട് ഇവിടെ ഒരു കൂട്ടം പട്ടി. ആദ്യം ഒന്ന് പേടിച്ച്, ദൈവമേ പണി കിട്ടുമോ, ആരോമൽ വരുമ്പോൾ ഞാൻ വല്ല ഹോസ്പിറ്റലിലായിരിക്കുമെന്ന്. പിന്നെ ഒരു വശം പിടിച്ച് ഞാനങ്ങ് പോയി. പിന്നെ നേരെ വീട്ടിലെത്തി. പിന്നെ നാളെ പ്രദോഷമാണ്. നാളെയെന്ന് വെച്ചാൽ ഇന്ന് റെക്കോർഡ് ചെയ്യുന്ന ദിവസം എന്താണ് കേട്ടോ. പിന്നെ ഞാൻ വണ്ടി എടുത്ത് നമ്മുടെ ചുരക്കര മഹാദേവ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് കേട്ടോ. ഇന്ന് അമ്പലത്തിൽ നിന്നാണ് ചോറ്. അങ്ങനെ അമ്പലത്തിലെത്തി ഭഗവാനെയൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. നല്ല മഴയായിരുന്നു രാവിലെ. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്തപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അമ്പലത്തിലെത്തി. അവിടെ ശിവേലിയായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ ചെന്നപ്പോഴത്തേക്കും നട തുറന്നു, കാരണം നമ്മുടെ 2-3 പിള്ളേരവിടെ കുട്ടീസ് വീട്ടിൽ വന്ന് ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ഒന്ന് ചുറ്റി നടന്ന് കാണാം. ഇവിടുത്തെ നന്ദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ആദ്യം കാണുന്ന നന്ദി ഉണ്ടല്ലോ, ഇത് വളർന്നുകൊണ്ടേയിരിക്കുന്ന നന്ദിയാണ്. ശ്രദ്ധിച്ചാൽ മതി. മറ്റേ നന്ദി ചെറുതും ഈ നന്ദി വലുതുമാണ്. ഇതിൻ്റെ ചെവിയിൽ എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ചു തരും. പിന്നെ ഞാൻ ചുറ്റമ്പലം തൊഴുത് നടന്നു. പിന്നെ അമ്പലത്തിനുള്ളിൽ കയറി അവിടെ പ്രാർത്ഥിച്ചു. പിന്നെ നമുക്കിവിടെ നന്ദിഗ്രഹമുണ്ട് കേട്ടോ. ഇന്ന് പ്രദോഷ ദിവസം ഭഗവാനെ വെളിയിൽ എഴുന്നള്ളിക്കും. അപ്പോൾ ഇതിനകത്തൊക്കെ കൂടാണ് എഴുന്നള്ളിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, ചോറൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി. പിന്നെ ഓട്ടുപാത്രമെല്ലാം എടുത്തിട്ട് മിനുക്കി, കാരണം ഇനി ഓണമാണല്ലോ. ഈ ബ്രാസ് വെച്ചാണ് കേട്ടോ ഞാൻ എല്ലാം മിനുക്കി എടുക്കുന്നത്. വെറും 100 രൂപയേ ഉള്ളൂ, പക്ഷേ നല്ല എഫക്റ്റാണ്. കുറച്ച് നേരത്തെ മെനക്കേടുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഉച്ചയായപ്പോൾ ചോറും ചമ്മന്തിയൊക്കെ അരച്ച് ഭഗവാന്റെ ചോറൊക്കെ ഉണ്ട്. ചേട്ടാ കേസ് ഇത്രയുള്ളൂ.